ആഷൂറയിന്റെ ദിവസം ഒരു യത്തീമായ കുട്ടിയെ ഒരാൾ തടവിക്കൊടുത്തു. അവന്റെ തല ഒന്ന് തടവിക്കൊടുത്തു, അവനെ ഒന്ന് ഓമനിച്ചു, അവനെ ഒന്ന് സമാധാനപ്പെടുത്തി. റുഫിഅത് ലഹു ബികുല്ലി ശഅറത്തിൻ അലാ റഅസിഹി ദറജതൻ ഫിൽ ജന്ന. സുബ്ഹാനല്ലാഹ്. ഒരു യത്തീമായ കുട്ടിയുടെ തലയിൽ മുഹറം 10 ഒരാൾ തടവി കൊടുത്താൽ ആ കുട്ടിയുടെ തലമുടിയിൽ നിന്ന് എത്ര രോമം ഇവന്റെ കയ്യിൽ തട്ടുന്നു, ആ രോമത്തിന്റെ എണ്ണ അനുസരിച്ച് സ്വർഗത്തിൽ ഇവൻക്കുള്ള ദറജകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കുന്നതാണ്. ഇങ്ങനെ മുഹറം 10 ആഷൂറയിന്റെ ഈ ശ്രേഷ്ഠതകൾ ഒരുപാട് നബിതങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ ആ സദസ്സിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, ലഖദ് ഫളലന അല്ലാഹു തആല ബിയൗമി ആഷൂറാ. ആഷൂറാ ദിവസം കൊണ്ട് അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, അല്ലാഹു നമുക്ക് ഒരുപാട് സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ, എന്താണ് ഇതിന്റെ കാരണം? അപ്പൊ നബിതങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നബിതങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ടത് പറയാണ്. ഖലഖല്ലാഹു തആല അസ്സമാവാതി യൗമ ആഷൂറാ. ആകാശങ്ങൾ അല്ലാഹു തആല പടച്ചത് ആഷൂറായിന്റെ ദിവസമാണ്. വൽ അർള, ഭൂമിയെ പടച്ചതും ആഷൂറായിന്റെ ദിവസത്തിലാണ്. വൽ ജിബാല, പർവ്വതങ്ങളെ പടച്ചതും വൻ നുജൂമ, നക്ഷത്രങ്ങളെ പടച്ചതും വൽ അർശ, അല്ലാഹുവിന്റെ സിംഹാസനം പടച്ചതും വൽ കുർസിയ, അല്ലാഹുവിന്റെ കുർസിയ പടച്ചതും വൽ ലൗഹ, ലൗഹിനെ പടച്ചതും കലമിനെ പടച്ചതും പോരാ, മലായികത്തിന്റെ ക്യാപ്റ്റനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മറ്റ് മലായികത്തിനെ മുഴുവനും പടച്ചത് ആഷൂറായിന്റെ ദിവസത്തിലാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചത് ആഷൂറായിന്റെ ദിവസമാണ്. അതുപോലെ തന്നെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ടത് ആഷൂറായിന്റെ ദിവസത്തിലാണ്. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ആഷൂറായിന്റെ ദിവസത്തിലാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശ ലോകത്തേക്ക് ഉയർത്തിയത് മുഹറം 10 അന്നാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ വല്ലാത്ത ഒരു രോഗം, ആ ഒരു പ്രയാസം അല്ലാഹു ശിഫയാക്കി കൊടുത്തത് മുഹറം 10 ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശ ലോകത്തേക്ക് ഉയർത്തിയതും മുഹറം 10 സുലൈമാൻ നബിക്ക് രാജാധികാരം അല്ലാഹു കൊടുത്തത് മുഹറം 10